നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ചേഞ്ച് എനിക്കുണ്ടായി, എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ചബ്ബിയായിട്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഹലോ ഷുട്ടുമണീസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റിട്ട് കുറേ വീഡിയോസിന് എനിക്ക് വന്ന കമൻസ് ആണ്, എങ്ങനെയാ ഫാറ്റ് ലോസ് ചെയ്ത് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്ത് സ്ലിം ആയാലോ, അങ്ങനെ കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കൺട്രോൾ ചെയ്തിട്ടാണോ വെയിറ്റ് ലോസ് എടുത്ത്, അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രോപ്പറായിട്ട് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ആക്കണമെന്നുള്ള കാര്യം. ഒരുപാട് പേര് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ട്, അതായത് ഫുഡ് ഡയറ്റ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് ഡയറ്റ് എടുത്തിട്ട് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ആ ഒരു ഇഷ്യൂ ഉണ്ടാവാണ്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഇതാണ്. ഇത്രയും ചേഞ്ച് എനിക്കുണ്ടായി, എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് ലോസ് തുടങ്ങിയത്, അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് എനിക്ക് ഫാറ്റ് ലോസ് ചെയ്യണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വന്നതെന്ന് പറഞ്ഞുതരാം. ഇടയ്ക്കറിയാതെ കുറച്ച് ട്രോൾ വീഡിയോസ് ഒക്കെ ഇറങ്ങിയ ടൈമിൽ എന്നെ ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ചെയ്യുമായിരുന്നു. ലൈക്ക് ഓൾവേസ് ഇങ്ങനെ ചബ്ബി ആയിട്ടിരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ തള്ളച്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ലപോലെ ബോഡി ഷെയിം ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് അധികം ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നെ അത് ഒരുപാട് കേട്ട് വന്നപ്പോൾ എനിക്ക് ഫാറ്റ് ലോസ് ആവണം അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എടുക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ എൻ്റെ ഉള്ളിൽ വന്നായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് ചബ്ബിയായിട്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ, അല്ലെങ്കിൽ ആരെയും നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ഫാക്ടർ ഉണ്ട്, എൻ്റെ ഡ്രസ്സൊന്നും എനിക്ക് കയറുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ എൻ്റെ ഡ്രസ്സ് ഞാൻ മാക്സിമം 1-2 തവണ ഇടും, അത് കഴിഞ്ഞാൽ ഞാൻ വച്ചേക്കും, വല്ല ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ഇടാറുള്ളൂ. അപ്പോൾ അത് എനിക്ക് ഇടാൻ പറ്റാണ്ടായപ്പോൾ ഇതിപ്പരം വിഷമം എനിക്ക് വേറെ ഇല്ല. സോ അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു ഡിസിഷൻ എടുക്കണം, കുറച്ച് വെയിറ്റ് ലോസ് ആവണം, ഫാറ്റ് ലോസ് ആവണം എന്നുള്ള രീതിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്ന വെയിറ്റ് ലോസിൻ്റെയും ഫാറ്റ് ലോസിൻ്റെയും ഡിഫറൻസ് ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ വെയിറ്റ് ഒരു 60 kg ഉണ്ടെങ്കിൽ അതിലൊന്നും നിങ്ങൾക്ക് എത്രയാണോ വേണ്ട കംഫർട്ടായിട്ടുള്ള വെയിറ്റ് ലോസ് ചെയ്യുന്നതിനാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 60 kg ഉണ്ട്, നിങ്ങൾക്ക് ഒരു 58 ആവണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നതാണ് വെയിറ്റ് ലോസ്, അല്ലെങ്കിൽ വർക്കൗട്ടിലൂടെ ചെയ്യുന്നതാണ് വെയിറ്റ് ലോസ്. അപ്പോൾ ഫാറ്റ് ലോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിസറൽ ഫാറ്റിന് നമ്മൾ ബേൺ ചെയ്യുന്ന പ്രോസസ്സാണ് ഫാറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓവറായിട്ട് എക്സസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ കാണില്ലേ, അതായത് ബെല്ലി ഫാറ്റോ തൈസോ അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ഫാറ്റ് ലോസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫാറ്റ് ലോസ് എന്ന് പറയുന്നത്. മീൻസ് ഡയറ്റിലൂടെയും ആവും കേട്ടോ. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാൾക്ക് വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഒരു 60 എന്നുള്ളത് 59 അങ്ങനെയൊക്കെ ആവുന്നതാണ് വെയിറ്റ് ലോസ് ആയിട്ട് പറയാം. ഫാറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾക്ക് വെയിറ്റ് കുറയണം എന്നുള്ളൊരു ആവശ്യമില്ല. ഇപ്പോൾ 60 kg ഉണ്ട്, നിങ്ങൾ 60 kg തന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഇഞ്ചസ് കുറയുന്നുണ്ട്, അതായത് വേസ്റ്റിൻ്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടാവും, ഹിപ്പ് സൈസ് കുറഞ്ഞിട്ടുണ്ടാവും, തൈസ് കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഉള്ള ചേഞ്ചസ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങൾ ഫാറ്റ് ബേൺ ചെയ്തിട്ടുണ്ടെന്നുള്ള അർത്ഥമാണ്. ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ വെയിറ്റ് ലോസ് ആണ്. വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എടുക്കാനായിട്ട് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെയിറ്റ് ലോസ് ചെയ്ത സമയത്ത് ആദ്യം എടുത്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നേരം മാത്രമേ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡ് ഒരു നേരം കഴിക്കുമ്പോൾ ബാക്കിയൊക്കെ ഞാൻ വിശന്നിങ്ങനെ ഇരിക്കാറുണ്ട്. അത് പേഴ്സണലി എൻ്റെ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഇതുപോലുള്ള കുറേ അസുഖങ്ങൾ എനിക്ക് വന്നു. അതിനുശേഷമാണ് ഞാൻ സെൽഫായിട്ട് കുറച്ച് ഡയറ്റ് പ്ലാനൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പിന്നീട് വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം ഫുഡ് കഴിക്കാതെ വെയിറ്റ് ലോസ് ചെയ്യാമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഫുഡ് കഴിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡ് കഴിച്ച് തന്നെ മാക്സിമം ബേൺ ചെയ്യാനായിട്ട് നോക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് ഫാറ്റ് വെക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ആ ഫുഡ് കഴിച്ച് തന്നെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വെയിറ്റ് ലോസിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ കൂടുതൽ കലോറി കുറഞ്ഞിട്ടുള്ള ഫുഡ്സ് കഴിക്കാനായിട്ട് നോക്കുക. അതായത് ഓട്സ് എടുക്കാം, പ്രോട്ടീൻ റിച്ച് എടുക്കാം, ബാലൻസ്ഡ് ഡയറ്റ് മീൽ എടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് കലോറി നല്ല രീതിക്ക് കുറയുന്നതനുസരിച്ച് വെയിറ്റ് ലോസ് കുറയുന്നതായിരിക്കും. ഫാറ്റ് ലോസ് ആണ് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള കാര്യം, നിങ്ങളുടെ ഫുഡിൽ കൂടുതലും പ്രോട്ടീൻ ഇൻക്ലൂഡ് ആക്കുക, ഫൈബർ ഇൻക്ലൂഡ് ആക്കുക, കാർബോഹൈഡ്രേറ്റ്, സാച്ചുറേറ്റഡ് ഫാറ്റ് എല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസത്തിനുള്ളിൽ നല്ല രീതിക്ക് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പറ്റും.
സോ ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു നോമ്പിൻ്റെ സമയത്താണ് തുടങ്ങുന്നത്. അപ്പോൾ നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നോൺ വെജ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡിൻ്റെ അളവും ഭയങ്കര രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ കവിളൊക്കെ നല്ല രീതിക്ക് ഒട്ടി ഒരു വയ്യാത്ത രോഗിയെ പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നോമ്പ് കഴിഞ്ഞത് കറക്റ്റ് ഞാൻ ചെയ്ത ഒരു കാര്യം ബാലൻസ് ഡയറ്റ് മീൽ എടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഫാറ്റ് ലോസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോവാണ്ട് വീട്ടിലൊക്കെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ വർക്കൗട്ട് പോലെ തന്നെ ഡയറ്റും കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ലോസിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഡയറ്റ് തന്നെയാണ്. ബാക്കി പെർസെൻറ്റേജ് മാത്രമേ എക്സസൈസിന് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡയറ്റ് ഫുഡ് കൺട്രോൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഴിച്ചു, പക്ഷേ എമൗണ്ട് കുറച്ച് കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ബാലൻസ് ഡയറ്റ് മീലായിരിക്കണം. പിന്നെ വർക്കൗട്ട് ചെയ്യുന്നവരുടെ ഭയങ്കര ഒരു ഇതാണ് കാർഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ലോസ് ആവും, ഫാറ്റ് ലോസ് ആവും. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഞാൻ ആദ്യം കുറേ നാൾ കാർഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ബോഡിയിൽ അധികം ഭയങ്കര മാറ്റം അങ്ങനെ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വർക്കൗട്ട് തുടങ്ങിയ സമയത്ത് ഡെയിലി പോയി കാർഡിയോ ചെയ്യായിരുന്നു. കാർഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാര്യമില്ല എന്നല്ല, വീക്കിലി 1-2 തവണ മാത്രം കാർഡിയോ ചെയ്താൽ മതിയാവും. ബാക്കി നിങ്ങൾ ചെയ്യാനുള്ള മസിൽ സ്ട്രെങ്തനിങ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഞാൻ ആഴ്ചയിൽ 6 ദിവസമൊന്നും ജിമ്മിൽ പോകുന്ന ആളൊന്നുമല്ല. ഒരു 5-4 ദിവസം മാത്രമേ ഞാൻ ജിമ്മിൽ പോകാറുള്ളൂ. എന്നിട്ട് പോലും എനിക്ക് ഇത്രയും വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ഉണ്ടായിന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബാലൻസ് ഡയറ്റും അതുപോലെ എക്സസൈസും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെയാണ്. പിന്നെ എല്ലാവർക്കുമുള്ള ഡൗട്ടാണ് ഫുഡ് കഴിച്ചാൽ മാത്രം, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് എടുക്കുന്നവർക്ക് ഫുഡ് കഴിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരിക്കൽ കുറഞ്ഞത് പിന്നെ കയറാണ്ടിരിക്കൂലെന്ന്. അങ്ങനെ ഒരിക്കലുമില്ല. നിങ്ങൾ എപ്പോഴാണോ ഫുഡ് നല്ല രീതിക്ക് കഴിക്കുന്നത് അപ്പോൾ എന്തായാലും വെയിറ്റ് കൂടും. പിന്നെ നിങ്ങൾക്ക് ഞാൻ കഴിച്ച ഫുഡ് ബാലൻസ് മീൽ എങ്ങനെയാണ് എടുത്തതെന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞാൻ അതൊരു എന്തൊക്കെ ഫുഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളതെന്നുള്ള ഞാൻ വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ദെൻ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള കാര്യം ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇരിക്കുന്ന വെള്ളം നമ്മുടെ ഫാറ്റ് ലോസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് കുടിച്ചില്ല, നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ഒന്നിനും സഹായിക്കില്ല. എന്താ പറയുക, വെയിറ്റ് ലോസ് നടക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ബൈ ബൈ.